ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മാത്രം മതിട്ടോ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനും. അപ്പോൾ ഒരുപാട് പേർക്ക് ഫ്രൈ ചെയ്തിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പുറം വശം കുറച്ച് ക്രിസ്പിയോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ്. ഇങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്താൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. അപ്പോൾ ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോത്തോളം കോളിഫ്ലവർ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. വളരെ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യരുത്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെറുതാക്കിയിട്ടും കട്ട് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ ഇത് നല്ലപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം സാധാരണ പച്ചവെള്ളത്തിൽ 2-3 തവണ കഴുകി എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കുന്ന കോളിഫ്ലവറൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നാലേ അതിലൊന്ന് ഉപ്പ് നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലത്തെ ഒരു വിഷാംശങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം ഓണാക്കിയതിൻ്റെ ശേഷം ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിളച്ച ശേഷം 2 മിനിറ്റ് മാത്രം വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ മസാലക്കറി വെക്കാനാണ് എടുക്കുന്നതെങ്കിലും ഈ ഒരു കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം മതി. ഒരു പകുതിയോളൊക്കെ ഒന്ന് കുക്കായാൽ മതി. പെട്ടെന്ന് കുക്കാകുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ ഈ ഒരു കോളിഫ്ലവർ. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ വേണ്ട നമുക്കിത് കിട്ടാനും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊക്കെ പോയി കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം മൈദയും 1/4 കപ്പോളം അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടികളിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുത്താലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ കളറൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഒരു നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മല്ലിപ്പൊടി എന്തായാലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ രൂപത്തിലൊന്ന് ആക്കിയെടുക്കണം. നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതിൻ്റെ ഇടയിൽ വേണ്ട കിട്ടാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കോളിഫ്ലവറിലും ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ രണ്ടും പാടെ വരുമ്പോൾ ഉപ്പ് അധികം ആകരുത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ വാർത്തിട്ട് എടുക്കാൻ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചില ആളുകളൊക്കെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കും, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ കളർ കിട്ടും കേട്ടോ. ഇപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതേ തിക്നെസ്സിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു കോളിഫ്ലവറിൻ്റെ പീസുമോ കൂടെയൊക്കെ കറക്റ്റായിട്ട് തന്നെ ഈ മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ആ ഒരു ബാറ്റർ നിൽക്കണം, അതിൽ ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കും ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പരമാവധി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. 1-2 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് കിട്ടാൻ. കാരണം നമ്മൾ കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 ഭാഗത്തോളം അത് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ പുറം വശം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് എടുക്കണം അതിനനുസരിച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കരുത്. ഏകദേശം 1 മിനിറ്റോളൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടോ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ കിട്ടുന്ന മസാലപ്പൊടികൾ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ക്രിസ്പിയാക്കി എടുക്കുന്നില്ല. ഒരു പാകത്തിന് മാത്രം കേട്ടോ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ക്രിസ്പിയാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഓയിലിൽ നിന്ന് കോരി മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഓയിൽ നല്ലപോലെ ചൂടാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പുറംവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാനാണ് കേട്ടോ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊക്കെ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.